നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൂര്യശ്രീ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. അമേരിക്കൻ സൈന്യം ഗൾഫിലെ പൌരന്മാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. അമേരിക്ക ഇസ്രയേൽ സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കുള്ള യാത്രാ നിരോധനം ഹോർമുസിൽ തുടരുകയാണെന്ന് IRGC വ്യക്തമാക്കി. ഹോർമുസിലെ ഏതൊരു നീക്കത്തിനും കഠിനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. അതിനിടെ G7 രാജ്യങ്ങളുടെ യോഗത്തിന് ഫ്രാൻസിൽ തുടക്കമായി. ഏപ്രിൽ 6 വരെ വെടിനിർത്തൽ തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയത്. അമേരിക്കൻ സൈന്യം ഗൾഫിലെ പൗരന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിച്ചുവെന്ന് അരഗ്ചി ആരോപിച്ചു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ സൈനികർ സൈനിക താവളത്തിൽ നിന്ന് ഓടിപ്പോയിരുന്നുവെന്നും GCC പൗരന്മാരെ മനുഷ്യ കവചമാക്കി ഹോട്ടലുകളിൽ ഒളിച്ചെന്നും അരഗ്ചി പറഞ്ഞു. അതിനിടെ അമേരിക്ക ഇസ്രായേൽ സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കുള്ള യാത്രാ നിരോധനം ഹോർമുസിൽ തുടരുകയാണെന്ന് IRGC വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണെന്നും ഹോർമുസ് കടക്കാനുള്ള ഏതൊരു നീക്കത്തിനും കഠിനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇന്നലെ അമേരിക്കയുടെ 10 കപ്പലുകൾ ഹോർമുസിലൂടെ ഇറാൻ കടത്തിവിട്ടുവെന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് വാദം തള്ളി IRGC രംഗത്തെത്തിയത്. അതിനിടെ G7 രാജ്യങ്ങളുടെ യോഗം ഫ്രാൻസിൽ ആരംഭിച്ചു. അമേരിക്കയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം അമേരിക്ക ഇറാൻ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് പാക് ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. സമാധാന ചർച്ചകൾ വേഗത്തിലാക്കണമെന്നാണ് വിഷയത്തിൽ ചൈനയുടെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ നിന്ന് കുവൈറ്റിലെത്താൻ സാധിക്കാതിരുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി ചാർട്ടേഡ് വിമാനമൊരുക്കി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കുവൈറ്റ്. ആരോഗ്യ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 150ഓളം പേരാണ് കുവൈറ്റിലെത്തിയത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ മൂലം യാത്ര തടസ്സപ്പെട്ട് നാട്ടിൽ കുടുങ്ങിയ ആരോഗ്യ പ്രവർത്തകർക്ക് കൈത്താങ്ങായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കുവൈറ്റ് സൗദി ഘടകങ്ങളുടെ സംയുക്ത സഹകരണത്തോടെ ഏർപ്പെടുത്തിയ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ആരോഗ്യ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 150ഓളം പേർ സുരക്ഷിതമായി കുവൈറ്റിലെത്തി. ജസീറ എയർവേസിന്റെ പ്രത്യേക വിമാനത്തിൽ ദമാം വിമാനത്താവളം വഴിയാണ് സംഘം കുവൈറ്റിൽ എത്തിയത്. UNAയുടെ പ്രവർത്തനം വളരെ ഉപകാരപ്രദമായതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. UNA ടീം നന്നായിട്ട് ഇതിൽ സഹകരിച്ചു. അത് പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്തു. ദമാം വഴിയാണ് വന്നത്. ദമാമിൽ നിന്ന് എനിക്കൊന്നൊരു 9-10 മണിക്കൂർ കൂടുതലെടുത്തെന്ന് തോന്നുന്നു. ഒത്തിരി ചെക്കിങ് സൗദിയിലും അവിടെ ബോർഡറിലൊക്കെ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ സോ ഫാർ ഇറ്റ് വാസ് ഫൈൻ. അവരുടെ പെട്ടെന്നുള്ള ഇടപെടലുകൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുവൈറ്റിൽ എത്തിച്ചേരുവാനായിട്ട് സഹായിച്ചു. UNAയുടെ ഇത്രയും നല്ലൊരു ഇടപെടൽ മൂലം നമ്മൾ നാട്ടിൽ നിന്നും ജസീറ എയർവേസ് വഴി നമുക്ക് കുവൈറ്റിലെത്താൻ സാധിച്ചതിൽ വളരെ 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 സന്തോഷം. നിലവിലെ സങ്കീർണമായ യാത്രാ സാഹചര്യങ്ങൾക്കിടയിൽ മികച്ച ഏകോപനം നടത്താൻ സാധിച്ചതായി UNA ഭാരവാഹികൾ പറഞ്ഞു. ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളെ നാട്ടിലുള്ള നഴ്സുമാർ UNA ഞങ്ങളെ ബന്ധപ്പെടുകയും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ മീറ്റിംഗൊക്കെ കൂടി എങ്ങനെ അവരെ കുവൈറ്റിലോട്ടേക്ക് തിരിച്ചെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും ഞങ്ങൾ ജസീറ എയർവേസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും നഴ്സസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും പിന്നെ കുറച്ച് ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഒരു ഫുള്ളി ചാർട്ടേഡ് ഫ്ലൈറ്റാണ് അറേഞ്ച് ചെയ്തത്. ലോങ് ജേണിയാണ്. മലയാളികളായിട്ടുള്ള നഴ്സുമാർ കേരളത്തിലെ പല ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കൊച്ചിയിലെത്തി. അവിടുന്ന് ഇവിടം വരെയുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ UNA സൗദി, UNA ഇൻ്റർനാഷണൽ കമ്മിറ്റി, UNA ഇന്ത്യ, അങ്ങനെ UNAയുടെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു ഉദ്യമം ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയത്. നാട്ടിലുള്ള കൂടുതൽ നഴ്സുമാരെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നതായി UNA പ്രതിനിധികൾ അറിയിച്ചു. ക്യാമറമാൻ റസാഖ് ചെറുതുരുത്തിക്കൊപ്പം ജലിൻ ത്രിപയ, 24 കുവൈറ്റ്. നാടെങ്ങും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. അതേ തിരഞ്ഞെടുപ്പ് ചൂടിന്റെ അലയൊലികൾ അങ്ങ് മറുനാട്ടിലുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ജിദ്ദയിൽ വേങ്ങര മണ്ഡലം KMCCയുടെ നേതൃത്വത്തിൽ UDF പ്രചാരണ ക്യാമ്പയിൻ ആരംഭിച്ചു. വേങ്ങര മണ്ഡലം ജിദ്ദ KMCC ആക്ടിംഗ് പ്രസിഡന്റ് സമദ് ചോലക്കലിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ KMCC ജനറൽ സെക്രട്ടറി നാഡി ഇസ്ഹാഖ് മാസ്റ്റർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ OICC KMCC നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ ബാവ വേങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. മജീദ് ചേറൂർ, മജീദ് കോട്ടേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. OICC മണ്ഡലം പ്രസിഡന്റ് മജീദ് ചേറൂർ ചെയർമാനും KMCC മണ്ഡലം ജനറൽ സെക്രട്ടറി നാസിർ മെമ്പറും കൺവീനറുമായ പ്രചാരണ സമിതി രൂപീകരിച്ചു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ദേശീയ സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇറാനിയൻ വിസ ഉടമകൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. ആയിരക്കണക്കിന് ഇറാൻ വംശജരായ ഓസ്ട്രേലിയക്കാരുടെ പഠനം, ജോലി എന്നിവ ആശങ്കയിലാഴ്ത്തും. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഓസ്ട്രേലിയൻ സർക്കാർ ഇറാനിയൻ വിസ ഉടമകളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കുന്ന ദിശയിൽ നീങ്ങുന്നു. ദേശീയ താൽപര്യവും സുരക്ഷാ ഭീഷണികളും ചൂണ്ടിക്കാട്ടിയാണ് ഈ കടുത്ത നടപടി. ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ള ചില പ്രവർത്തനങ്ങൾ ഓസ്ട്രേലിയൻ സുരക്ഷാ ഏജൻസികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചതിനാലാണ് ഈ തീരുമാനം വേഗത്തിലാക്കുന്നത്. വിദേശ ഇടപെടലും സ്വാധീന ശ്രമങ്ങളും വർദ്ധിക്കുന്നുവെന്ന മുന്നറിയിപ്പുകൾ കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി തവണ ഉയർന്നതായി അറിയിക്കുന്നു. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ടൂറിസ്റ്റ് വിസ, വിദ്യാർത്ഥി വിസ, തൊഴിലവസര വിസ എന്നിവ ഉൾപ്പെടെ നിരവധി വിഭാഗങ്ങളിലെ ഇറാനിയൻ പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ പ്രവേശനം സാധ്യമാകില്ല. ചില വിഭാഗങ്ങളിലെ അപേക്ഷകൾ ഇതിനോടകം തന്നെ വൈകുകയോ തടയപ്പെടുകയോ ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ നീക്കം ഇറാൻ വംശജരായ ഓസ്ട്രേലിയക്കാരിൽ വൻ ആശങ്ക സൃഷ്ടിച്ചു. പഠനം തുടരുന്ന വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവർ, ജോലി അവസരങ്ങൾ തേടുന്നവർ എല്ലാവരും ഇപ്പോൾ ഭാവിയെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പത്തിലാണ്. അതേസമയം മനുഷ്യാവകാശ സംഘടനകളും കുടിയേറ്റ നിരീക്ഷണ ഗ്രൂപ്പുകളും ഈ തീരുമാനത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ആവശ്യപ്പെടുകയാണ്. പൂർണ്ണമായ വിലക്കിന് പകരം സുരക്ഷാ പരിശോധന കർശനമാക്കുന്ന രീതിയിൽ പ്രശ്നം കൈകാര്യം ചെയ്യാമായിരുന്നുവെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പ്രത്യേകിച്ചും മാനുഷിക അടിയന്തര പ്രാധാന്യമുള്ള കേസുകളിൽ ഇളവുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രാബല്യത്തിൽ വരുന്ന തീയതി, ബാധകമായ വിസ വിഭാഗങ്ങൾ, സാധ്യതയുള്ള ഒഴിവുകൾ എന്നിവയെക്കുറിച്ച് ഉടൻ വ്യക്തത കൈവരുമെന്നാണ് കരുതുന്നത്. സംഗീത ഗോപിനാഥ്, 24 ന്യൂസ്, ഓസ്ട്രേലിയ. ഖബയാൻ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജിദ്ദയിലെ പ്രശസ്തമായ സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലിന് സമീപത്താണ് വിശാലമായ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും സൗദിയിൽ 30 ബ്രാഞ്ചുകളാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജിദ്ദയിലെ പലസ്തീൻ റോഡിൽ സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലിന് എതിർവശത്താണ് ഖബയാൻ ഹൈപ്പർ മാർക്കറ്റിന്റെ വിശാലമായ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. ഫിലിപ്പൈൻസ് കോൺസൽ ജനറൽ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് മുഖ്യ ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിലെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആസ്കോ ഗ്ലോബൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ അസീസ് ചോവഞ്ചേരി, സിഇഒ അബ്ദുൽ ബഷീർ, സിഒഒ മുഹമ്മദ് റിയാസ്, സിഎഫ്ഒ ജംനാസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സൗദി വിഷൻ 2030 ഭാഗമായി രാജ്യത്ത് 30 ഹൈപ്പർ മാർക്കറ്റുകളാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സൗദി ഭരണാധികാരികളുടെ വിഷൻ 2030 എന്ന ആശയവുമായി 30ഓളം ഷോപ്പുകൾ ഞങ്ങൾക്കും ഈ രാജ്യത്ത് ഓപ്പൺ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഗ്രോസറി, പഴം, പച്ചക്കറികൾ, മത്സ്യം, മാംസം, വീട്ടുപകരണങ്ങൾ, ബേക്കറി ഐറ്റംസ്, ഹോട്ട് ഫുഡ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഖബയാൻ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. റുബൈസിൽ ഉദ്ഘാടനം ചെയ്ത ഇന്നത്തെ ഖബയാൻ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ചിൽ എല്ലാവിധ രാജ്യക്കാർക്കുമുള്ള പ്രൊഡക്റ്റുകൾ അഫോർഡബിളായി ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. മിതമായ നിരക്കിൽ പച്ചക്കറികളും മറ്റ് ഗ്രോസറികളും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ജിദ്ദയിലെ എല്ലാ മേഖലയിൽ നിന്നും ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. കൂടാതെ പാർക്കിംഗ് സൗകര്യം ഞങ്ങളിവിടെ ഒരുക്കി. ആസ്കോ ഗ്ലോബൽ ഗ്രൂപ്പിന് കീഴിലുള്ള ഖബയാൻ ഹൈപ്പർ മാർക്കറ്റിന്റെ സൗദി പടിഞ്ഞാറ് മേഖലയിലെ 8ാമത്തെയും ജിദ്ദയിലെ 6ാമത്തെയും ബ്രാഞ്ചാണിത്. സൗദിക്ക് പുറമെ UAE, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും ശാഖകളുണ്ട്. ജിദ്ദ, തായിഫ്, റിയാദ്, യാംബു നഗരങ്ങളിലാണ് സൗദിയിലെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. എല്ലാ ബ്രാഞ്ചുകളിലും വൻ വിലക്കിഴിവ് ഇപ്പോൾ ലഭ്യമാണ്. നഗരത്തിനകത്ത് ഏത് ഭാഗത്തു നിന്നും അനായാസം എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് 1800 ചതുരശ്ര മീറ്ററിൽ പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്തയിലേക്കാണ്. ഇറാനിലെ അരക് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം തിരിച്ചടിക്കുമെന്ന ഇറാൻ. സംഘർഷത്തിന് അയവില്ല എന്ന് സൂചകമാക്കുന്ന ഒട്ടേറെ വാർത്തകളാണ് വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുഹൈൽ മുഹമ്മദ് ചേരുന്നു. സുഹൈൽ, എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? ഈ ആശങ്കയ്ക്ക് കൂടുതൽ സ്ഥിരീകരിക്കുകയാണ്. ആശങ്കകൾക്ക് എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? സൂര്യശ്രീ, ഏപ്രിൽ 5 വരെ ഇത്തരത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പറഞ്ഞ പോലെ അരക് ആണവ കേന്ദ്രത്തിന് ആക്രമണം ഉണ്ടാകുന്നത്. അരക് ഈ പറഞ്ഞതുപോലെ ആണവ കേന്ദ്രത്തിന് അപ്പുറത്തേക്ക് ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉതകുന്ന വാട്ടർ പ്ലാന്റുകളുള്ള ഒരു ഇടമാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായി ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉതകുന്ന പ്ലൂട്ടോണിയം, യുറേനിയം, വെള്ളമടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ എത്തിക്കുന്ന പ്ലാന്റുകളിലേക്ക് ആക്രമണം നടത്തുന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ അമേരിക്ക സംയുക്തമായി നടത്തിയ ആക്രമണം എന്നുള്ളതാണ്. അതായത് അമേരിക്ക ഒരു ഭാഗത്ത് വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇസ്രയേലുമായി ചേർന്ന് ഒരു ആക്രമണം നടത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഈ ഘട്ടത്തിൽ ഇറാൻ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ സമാധാന ചർച്ചകളും ആർബിട്രേഷനും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം അത് വെറും പ്രഖ്യാപനം, വാക്കുകൾ മാത്രമാകുന്ന ആരോപണം കൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇറാൻ ഉയർത്തുന്നത്. ഇതിന് പുറമെ എസ്ഫഹാനിലും മുബാറക്കിലും അടക്കമുള്ള
ഈ ഉരുക്ക് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടന്നുവെന്ന് അനൌദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് എണ്ണയും പാചകവാതവും കഴിഞ്ഞ ഏറ്റവും വലിയ സമ്പത്ത് രാജ്യത്തിന് നൽകുന്ന ഉരുക്കാണ്. ഈ ഉരുക്ക് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നടക്കമുള്ള ആക്രമണത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന അതേ തീവ്രതയിൽ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇറാൻ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ G7 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ട്രംപ് പറഞ്ഞ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 5 വരെ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇസ്രയേൽ ആക്രമണം കനിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ ആക്രമണം അത് ഇസ്രയേൽ ഒറ്റയ്ക്ക് നടത്തുന്നതല്ല, അമേരിക്കയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഗുരുതരമായ പ്രത്യാരോപണം ഇറാൻ നടത്തുമ്പോൾ സമാധാനം ഉടൻ ഉണ്ടാകുമില്ല എന്നൊരു ശുഭകരമല്ലാത്ത വാർത്ത കൂടിയായിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം വിവരങ്ങൾ വരുമ്പോൾ എസ്തയിലെ പ്ലൂട്ടോണിയം യുറേനിയം കേന്ദ്രങ്ങളിലേക്ക് അടക്കം ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് അരക്കിലെ ഈ ന്യൂക്ലിയർ പ്ലാന്റ് അതായത് ആണവായുധം നിർമ്മിക്കാനുള്ള വാട്ടർ റിയാക്ടർ പ്ലാന്റ്, ഒപ്പം എസ്തയിലെ യുറേനിയം പ്ലൂട്ടോണിയം നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ, അതായത് ഇതെല്ലാം ചേരുമ്പോഴാണ് ആണവ ആയുധം നിർമ്മിക്കാൻ ഒരു രാജ്യത്തിനാകുക. അങ്ങനെ ആയുധം നിർമ്മിക്കാനുള്ള ഓരോ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതേസമയം തന്നെ ഇറാൻ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. സൂര്യശ്രീ. ശരി, പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് വന്നത്. ഇറാനിലെ അരക് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം വരെയാണ് തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദാണ് വാർത്തകൾ നൽകുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് അംഗത്തിന്റെ വാർത്തകളിലേക്ക്. കൊട്ടിക്കയറുന്ന തിരഞ്ഞെടുപ്പ് ആവേശം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിയെ പരോക്ഷമായി വിമർശിച്ച കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. വേങ്ങരയിൽ KM ഷാജിക്കല്ല VD സതീഷിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് ആഹ്വാനം. വിശദാംശങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഷാജിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിനകത്ത് ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഭിന്നത രൂക്ഷമായിരുന്നു. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പ് യോഗത്തിൽ KM ഷാജിക്കെതിരെ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്ന ചില പരാമർശങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഷാജി നല്ലവനല്ലെങ്കിലും വർഗീയവാദിയാണെങ്കിലും കോൺഗ്രസിനെ എപ്പോഴും അധിക്ഷേപിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. വോട്ട് ചെയ്യുന്നത് KM ഷാജിക്കല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFിനുള്ള പിന്തുണയാണ് എന്ന് പറയും. അതായത് KM ഷാജിയോടുള്ള വിരോധം നിലനിൽക്കുമ്പോൾ തന്നെ VD സതീശനോടുള്ള അദ്ദേഹം നയിക്കുന്ന UDF മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. സഭാവ് കൊണ്ടുപോയിക്കലാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല. അതേസമയം KM ഷാജിയോടുള്ള വിരോധം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഷാജി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്ന സ്വരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരം ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പരോക്ഷമായി തന്നെ KM ഷാജിക്കെതിരെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിന്റെ ചില ഗ്രൂപ്പ് യോഗത്തിൽ നിന്നുള്ള പരാമർശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. സൂര്യ. ശരി, ഗോകുൽ K വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വേങ്ങരയിൽ KM ഷാജിയെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള ഭിന്നതയാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 24 ഇലക്ഷൻ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ധാർമ്മിക ഉത്തരവാദിത്തം സംബന്ധിച്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ചർച്ചയാക്കി UDFും BJPയും. മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ലെന്നായിരുന്നു 24ന്റെ ഗ്രൗണ്ട് സീറോയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. കടകംപള്ളി സുരേന്ദ്രന് നിയമപരമായ ഉത്തരവാദിത്തമുണ്ടെന്ന് UDFും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് BJPയും പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണം ഉയർന്ന ശേഷം ഇതാദ്യമായാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നെന്ന വിധത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ഉയർത്തുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ ശരിയെന്ന്. താൻ മന്ത്രിയായിരുന്ന കാലത്ത് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളെന്നും കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെതിരെ കഴക്കൂട്ടം മണ്ഡലത്തിലെ UDF NDA സ്ഥാനാർത്ഥികൾ രംഗത്ത്. ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് നിയമപരമായ ഉത്തരവാദിത്വം അവിടെ ഇല്ലേ? വിശ്വാസികളുടെ മുമ്പിൽ പോയി മോഷണം നടന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു പറഞ്ഞാൽ വിശ്വാസികൾ പുച്ഛത്തോടെയല്ലേ കാണുള്ളൂ? അയ്യപ്പൻ്റെ അടുത്ത് പോയി മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചുമതല ദേവസ്വം സംരക്ഷിക്കലായിരുന്നു. അത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തന്നെ കൂട്ടുനിന്നു സമ്മതിച്ച സ്ഥിതിയിൽ പിന്നെ അങ്ങനെ ഒരാൾ ഈ പറഞ്ഞതിൽ എന്താ വാദം? ആ വാദത്തിന് എന്തർത്ഥമുണ്ട്? വകുപ്പ് ഭരിക്കാൻ പോലും അറിയില്ലാത്ത മന്ത്രിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു.
കടകംപള്ളി സുരേന്ദ്രന് വൈകി വന്ന ബോധ്യമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കടകംപള്ളിയുടെ തുറന്നു പറച്ചിലിൽ പ്രതികരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടത്ത് UDFന്റെയും NDAയുടെയും മുഖ്യ പ്രചരണായുധമാണ് സ്വർണ്ണക്കൊള്ള. അതിനിടയിലാണ് കടകംപള്ളിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ. കഴക്കൂട്ടത്ത് മത്സരം പൊടിപാറും. ക്യാമറമാൻ സിറിൽ D. ലെസ്റ്റിക്കൊപ്പം തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളിയിലെ ധാർമ്മിക ഉത്തരവാദിത്തം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടണോ എന്ന് സമൂഹത്തിന് ചർച്ച ചെയ്യാവുന്നതാണെന്ന് MA ബേബി പറഞ്ഞു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസുമായുള്ള അഭിമുഖത്തിലാണ് MA ബേബിയുടെ പ്രതികരണത്തിലേക്ക്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു ഇടപെടലില്ല. ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു ഇതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ ആരാന്ന് കണ്ടെത്തി അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കി കള്ളത്തരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇപ്പം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതായിട്ട് താങ്കൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് അദ്ദേഹം അന്നത്തെ മന്ത്രിയായിരുന്നു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം വെച്ച് ആ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ശിക്ഷ കിട്ടേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിന് ചർച്ച ചെയ്യാവുന്നതാണ്. RSSുമായി ചേർന്ന് മത്സരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശുദ്ധാസംബന്ധം പറയാൻ മടിയില്ലാത്ത ആളാണ് സതീശനെന്നും അക്കാലത്ത് RSSന്റെ ആക്രമണത്തിൽ ടാർജറ്റായിരുന്നു താനെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. 2001ലും 2006ലും പിന്തുണ തേടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം. അതേസമയം ഡീൽ പുറത്തുവന്നതോടെ LDF പരുങ്ങലില്ലെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും CPIM BJP ഡീലെന്ന ആരോപണത്തിൽ ചുറ്റിത്തിരിയുകയാണ് പൊതുരാഷ്ട്രീയം. ഡീൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായി നേർക്കുനേർ പോരാടുന്ന മുഖ്യമന്ത്രി ഇന്നും VD സതീശനെയാണ് ലക്ഷ്യമിട്ടത്. അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആ ആക്രമണത്തിൻ്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാര്യം. ഡീൽ ആരോപണം PR ഏജൻസി എഴുതിക്കൊടുക്കുന്നതാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് CPIയും ഇന്ന് രംഗത്തെത്തി. ഗോൾവൽക്കറുടെ പടത്തിന് മുമ്പിൽ നമ്ര ശിരസ്കനായി നിൽക്കുന്ന ഒരാളെ കണ്ടു നമ്മൾ. ആ ആളാരാണ്? അത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അത് കണ്ട കേരളമാണ്. ഡീൽ ആരോപണം തെളിയിക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ VS സുനിൽകുമാർ വെല്ലുവിളിച്ചു. DCC പ്രസിഡന്റിനെയും അന്നത്തെ TN പ്രതാപനെയും സംഘടന നടപടിയെടുത്ത് എന്തുകൊണ്ടാണെന്നും അതോടൊപ്പം അന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി KPCC അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ബഹുമാന്യ KC വേണുഗോപാൽ തയ്യാറുണ്ടോ? അതേസമയം മുമ്പ് വോട്ട് അഭ്യർത്ഥിച്ച് എറണാകുളത്തെ RSS നേതാക്കളെ VD സതീശൻ കണ്ടെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് RSSന്റെ സഹായം തേടി എന്നെ സഹായിക്കണം എന്ന് RSSന്റെ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാ. RV ബാബു തട്ടിപ്പുകാരനെന്ന് VD സതീശന്റെ മറുപടി. ഈ RV ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ്. ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പറവൂരും താമസിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും VD സതീശൻ. ശബരിമലയിൽ വെച്ച് എന്താ പറഞ്ഞത്? സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം മാറ്റില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ 4 വോട്ടിന് വേണ്ടി അഭിപ്രായം മാറ്റില്ല എന്ന് പറഞ്ഞത് അഭിപ്രായം മാറ്റി. ഡീൽ ആരോപണത്തിൽ നിന്ന് കുതറിമാറാൻ CPIM ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരോപണം ആവർത്തിച്ച് പ്രതിരോധത്തിലാക്കാനാണ് UDF നീക്കം. 24 തിരുവനന്തപുരം. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. എടയാറിലെ തീപിടുത്തത്തിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ അസിസ്റ്റന്റ് കളക്ടറുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ തീരുമാനം. 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് തീരുമാനം. ഞങ്ങളിത് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഒരു തൊഴിലാളി ഒരു കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായി, പൊട്ടിത്തെറിച്ച് മരിച്ചു. ഇപ്പോഴും നമ്മുടെ ബോഡി ഇവിടെ റൂട്ടിലാണ്. അതിന് ക്രിമേഷന് ഇപ്പോൾ നമ്മൾക്ക് പോകണം. അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ നമ്മൾ ഈ ബോഡി ഇവിടെ വന്നതിന് ശേഷമാണ് വന്നു സംസാരിച്ചു. പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമുണ്ടായി.
അപ്പോൾ 15 ലക്ഷം രൂപ അടിയന്തരമായി ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാമെന്നും അത് 3 ചെക്കായിട്ട് കൊടുക്കാമെന്നും ഒരു ചെക്ക് ഇപ്പോൾ തന്നെ ഹാൻഡ് ഓവർ ചെയ്തു. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബാക്കി 2 ചെക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാൻഡ് ഓവർ ചെയ്യാമെന്നും തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ എഗ്രിമെൻറ്റ് എവിടെ മോനെ എഗ്രിമെൻറ്റ്? കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നു വിശദാംശങ്ങളുമായി. ലിഡിയ, ഏറെ നേരം അവിടെ പല രീതിയിലുള്ള സംഘർഷവും ഒക്കെ തന്നെയായിരുന്നു. സർക്കാർ പ്രഖ്യാപിച്ച് നഷ്ടപരിഹാരം ഉയർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു അവിടെയെല്ലാം സംഘർഷവും പ്രതിരോധവും ഒക്കെ തന്നെയുണ്ടായിരുന്നു. ഇപ്പോൾ ചർച്ച സമവായത്തിലേക്ക് എത്തിയോ? എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? സൂര്യ, ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം വൈകുന്നേരം 6 മണിയോടെ തുടങ്ങിയ വലിയ പ്രതിഷേധ പരിപാടികളായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 15 ലക്ഷം രൂപ കമ്പനി കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് 3 ഗഡുക്കളായാണ് കൈമാറുക. ആദ്യ ഗഡു ഉടൻ തന്നെ അടിയന്തരമായി നൽകും. അതിനുശേഷം 2 ഗഡു ലേബർ ഓഫീസ് വഴി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി 5 ലക്ഷം രൂപ നൽകിയ ശേഷം മറ്റ് ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ഇൻഷുറൻസ് അടക്കമുള്ള തുക കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യും. നിലവിലെ തീരുമാനം ഇങ്ങനെയാണ്. 25 ലക്ഷം രൂപയായിരുന്നു ഇവർ ആദ്യം ചോദിച്ചിരുന്നത്. കുടുംബം ആദ്യം ചോദിച്ചിരുന്നത് 25 ലക്ഷം രൂപയായിരുന്നു. 10 ലക്ഷം രൂപയിൽ കൂടുതൽ നൽകാനാവില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു കമ്പനി ഉടമസ്ഥർ ഉണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഏകദേശം 4 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം മുതൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് എടയാർ ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. മൃതദേഹം, മരിച്ച തൊഴിലാളിയുടെ മൃതദേഹം അടക്കം കൊണ്ടുവന്ന റോഡിൽ വെച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം, അതായത് തൊഴിലാളികൾക്കൊപ്പമുള്ള മറ്റ് തൊഴിലാളികളടക്കമുള്ള ആളുകൾ വന്ന് വലിയ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഒരു സമവായ ചർച്ചയിലേക്ക് എത്തുന്നതും പിന്നീട് 8 മണിയോടെ അസിസ്റ്റന്റ് കളക്ടർ എത്തി ഒരു സമവായത്തിലേക്ക് ആവുകയും ചെയ്തത്. ഏതായാലും 15 ലക്ഷം രൂപ എന്നുള്ളതാണ് ഏറ്റവും അവസാനം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒരു കരാർ ഒപ്പുവെച്ച് 2 ഭാഗത്തു നിന്നുള്ള എടയാറിലെ തീപിടുത്തത്തിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഏറെ നേരം കഴിഞ്ഞ 4 മണിക്കൂറോളമായി ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സമവായത്തിലെത്തിയിരിക്കുന്നു. മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാനും തീരുമാനമായിരിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ ഹോങ്കോങ് മത്സരത്തിന് കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ GCDയുമായി കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒത്തുതീർപ്പിലെത്തിയതായി വിവരം. മത്സരം നടക്കുമെന്ന് KFA അധികൃതർ വ്യക്തമാക്കി. സെക്യൂരിറ്റി തുകയായ 25 ലക്ഷം രൂപ മുഴുവനുമായും അടച്ചാൽ മാത്രമേ സ്റ്റേഡിയം വിട്ടുകൊടുക്കുമെന്ന നിലപാടിലായിരുന്നു GCDA. ഇന്ത്യൻ ടീം വ്യാഴാഴ്ച തന്നെ കേരളത്തിലെത്തിയിരുന്നു. ഇന്നലെ ഹോങ്കോങ് ടീമും കേരളത്തിലെത്തി. വാടക തുകയായ 3,54,000 രൂപ KFA നേരത്തെ അടച്ചിരുന്നു. ഗൾഫ് ടുഡേ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.